വയനാട് പുനരധിവാസത്തിൽ സർക്കാരിനെ വിമർശിച്ച് ജമാഅത്തെ ഇസ്ലാമി. ദുരന്തം ഉണ്ടായി 7 മാസം പിന്നിട്ടിട്ടും സർക്കാർ ഒരു നടപടിയും എടുക്കാതെ നിസ്സംഗമായി നോക്കി നിൽക്കുകയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ കുറ്റപ്പെടുത്തി. ലഭിച്ച പണം വിനിയോഗിക്കുന്നില്ലെന്നും വൈദ്യുതി ബന്ധം പോലും ഇതുവരെ നൽകാനായിട്ടില്ല എന്നും മുജീബ് റഹ്മാൻ വിമർശിച്ചു. ഇപ്പോഴും അവിടെയുള്ള മനുഷ്യർക്ക് ഭൂമി കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ പുനരധിവാസ പാക്കേജ് ആരംഭിച്ചിട്ടില്ല. ഗുണഭോക്താക്കളെ നിശ്ചയിച്ചിട്ടില്ല. അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന 300 രൂപ ഭത്ത നിർത്തലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ അവർക്ക് റൂമിന് റെന്റ് കിട്ടിയത് ഇപ്പോൾ ജനുവരി വരെയാണ്. അതിനുശേഷമുള്ള റെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അപ്പോൾ ഒരു ദുരന്തം വരുമ്പോൾ മലയാളി ചെയ്യേണ്ടത് ചെയ്തു. മലയാളി ചെയ്യേണ്ടത് ആ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സാധ്യമാകുന്ന അർത്ഥത്തിൽ കൈമയും മറന്ന് എല്ലാവരും ഇൻവോൾവ് ചെയ്തു. അത് കഴിഞ്ഞ് ഗവൺമെന്റിനെ സഹായിച്ചു, സന്നദ്ധ സംഘടനകളെ സഹായിച്ചു. ഇനി അടുത്ത ഇനീഷ്യേറ്റീവ് ഉണ്ടാകേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നാണ്. കേന്ദ്ര സർക്കാർ കേരളം ഈ രാജ്യത്ത് തന്നെയുള്ളൊരു സംസ്ഥാനമല്ല എന്ന സ്വഭാവത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ വികസന ഭൂപടത്തിൽ നിന്ന് കേരളത്തെ വെട്ടിമാറ്റുന്നത്. അത് രാഷ്ട്രീയമായ ഒരു വിദ്വേഷത്തിൻ്റെ പേരിൽ മാത്രം. കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് 7 മാസം പിന്നിട്ട ഒരു ജനതയോട് ചെയ്യേണ്ടുന്ന ഒരു നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചില്ല. അതുകൊണ്ട് ദ്രുതഗതിയിൽ ഒരു ഗവൺമെൻറ് വർക്ക് ചെയ്യേണ്ടുന്ന ഒരു മേഖലയിൽ ഗവൺമെൻറ് ഈ അർത്ഥത്തിൽ നിസ്സംഗമാകുന്നു എന്നുള്ള അർത്ഥത്തിൽ എന്നത് ഒരർത്ഥത്തിൽ ന്യായീകരിക്കാൻ സാധ്യമല്ല. വയനാട്ടിൽ നിന്നും ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, ജമാഅത്തെ ഇസ്ലാമി എന്തൊക്കെ വിമർശനങ്ങളാണ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്? ജമാഅത്ത് ഇസ്ലാമിയുടെ പോഷക സംഘടനയായ പീപ്പിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മേപ്പാടിയിൽ 32 വീടുകൾക്ക് തറക്കല്ലിടൽ കർമ്മമായിരുന്നു ഇന്നലെ നടന്നിരുന്നത്. ഇത് ഉദ്ഘാടനം നിർവഹിച്ച ശേഷമാണ് നമ്മളോട് സംസാരിച്ചത്. അതിലാണ് രൂക്ഷമായ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ജമാഅത്ത് ഇസ്ലാമി ഉയർത്തുന്നത്. കാരണം ഈ ദുരന്തം കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും സർക്കാർ കൈക്കൊണ്ടിട്ടില്ല. ഇതിന്റെ ലിസ്റ്റോ, ആദ്യമായ ലിസ്റ്റോ, ഏറ്റെടുക്കേണ്ട ഭൂമിയോ പോലും കൃത്യമായി ഏറ്റെടുക്കാൻ സർക്കാരിനായിട്ടില്ല. ഈ സർക്കാർ നിസ്സംഗമായി നിൽക്കുകയാണ്. ഒരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതല്ല ഇത്തരം നടപടികളൊന്നും വിമർശിക്കുന്നുണ്ട്. പ്രധാനമായും ഈ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള സന്നദ്ധ സംഘടനകളെല്ലാം ഈ വീട് നിർമ്മിക്കാമെന്നൊരു വാഗ്ദാനം നൽകിയിരുന്നു. പക്ഷേ ഇതൊന്നും ഏകോപിപ്പിക്കാതിനെ തുടർന്നാണ് ജമാഅത്ത് ഇസ്ലാമി അടക്കം ഈ സ്വന്തമായി ഭൂമി കണ്ടെത്തി അവർ തന്നെ നിർമ്മാണത്തിലേക്ക് നടന്നത്. 32ഓളം വീടുകളാണ് ജമാഅത്ത് ഇസ്ലാമി നിർവഹിക്കുന്നത്. ഈ മുസ്ലിം ലീഗും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ വീട് നിർമ്മാണത്തിന് സന്നദ്ധ അറിയിച്ചെങ്കിൽ പോലും ഈ സന്നദ്ധ സംഘടനകളെ പോലും യോജിപ്പിക്കാൻ ഒന്ന് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിനായില്ലെന്നും വലിയ വിമർശനം നടത്തുന്നുണ്ട്. ഈ ലഭിച്ച പണം വിനിയോഗിക്കുന്നില്ലെന്നും സാധാരണക്കാർക്ക് വൈദ്യുതി ബന്ധം പോലും നൽകാനായിട്ടില്ലെന്നും മുജീബ് റഹ്മാൻ വലിയ വിമർശനമായി പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഈ കേരളത്തെ ഒരു സംസ്ഥാനമായി പരിഗണിക്കുന്നില്ല. അതേസമയം വയനാടിനെ കേരളത്തിലൊരു ജില്ലയായിട്ട് കേരള സർക്കാർ പോലും പരിഗണിക്കുന്നില്ല എന്നും വലിയ രൂക്ഷമായ വിമർശനമാണ് ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നത്. അടുത്തിടെയായി ഒരു രാഷ്ട്രീയമായി ഒരു മാറ്റം കൂടി ഇതിൽ പ്രകടമാണ്. പ്രത്യേകിച്ച് UDF-ഉമായി കൂടുതലെടുക്കുന്ന ഇടതുപക്ഷമായി കൂടുതൽ അകലുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രൂക്ഷമായ വിമർശനം ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി ഉയർത്തുന്നത്. ആഷിഖ് റഹ്മാൻ വയനാട്ടിൽ നിന്ന്.